എടി മായേ, ഇവളെവിടെ പോയി കിടക്കുകയാണ് ആവോ? എടി മായേ, എടി മായേ, നിന്നെയാണ് വിളിക്കുന്നത്. നീ ഇതെവിടെയാ ഉള്ളത്? ഒന്ന് ഇങ്ങോട്ടൊന്ന് വന്നനെ. ദാ വരുന്നമ്മേ. എന്റെ അമ്മേ, എന്തിനാണ് ഇങ്ങനെ വിളിച്ചു കൂവുന്നത്? ഞാൻ ഇവിടെ തന്നെ ഇല്ലേ? നീ എന്തെടുക്കുവാടി അവിടുന്ന്? അയ്യോ അമ്മേ, ഞാൻ അടുക്കളയിലായിരുന്നു. ഓ, നിന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും നീയാണ് അടുക്കളയിൽ നിന്ന് എല്ലാ ജോലിയും ചെയ്യുന്നതെന്ന്. എന്തേ, ഇന്ന് ജോലിക്കാളൊന്നും വന്നില്ലേ? വന്നമ്മേ. പിന്നെ എന്തിനാടി നീ അടുക്കളയിലേക്ക് ഇറങ്ങിയത്? അവർ ചെയ്യില്ലേ ജോലികളെല്ലാം? ഓ എൻ്റെ അമ്മേ, അവർ ജോലികളൊക്കെ ചെയ്യും. പക്ഷേ എല്ലാ സ്ഥലത്തും എൻ്റെ കണ്ണു നിർത്തിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഉണ്ടാവില്ല. അത് നിനക്ക് ഈ വലിയ വീട്ടിലൊന്നും നിന്ന് ശീലമില്ലാത്തത് കൊണ്ടാണ്. നിന്റെ വീട്ടിൽ ജോലിക്കാരികളൊന്നും ഇല്ലല്ലോ. അയ്യോ, എന്തിനാണ് അമ്മേ അതൊക്കെ ഇപ്പോൾ പറയുന്നത്? പിന്നെ പറയാതെ. നീ എൻ്റെ മോനെ കണ്ണും കൈയും കാണിച്ച് വളച്ചതല്ലേ? ഷോ, അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ. ഇപ്പോൾ എനിക്ക് 10-20 വയസ്സായ ഒരു മകളുണ്ട്. വീണ്ടും ഈ കഥകളൊന്നും പറയാതെ അമ്മേ. ആ മതി മതി, പറഞ്ഞതുപോലെ അവളെവിടെ? സോന. അവൾ എഴുന്നേറ്റില്ലെന്നാ തോന്നുന്നത്. എന്ത്? അവൾ എഴുന്നേറ്റില്ലെന്നോ? അതെന്താ? ഇന്ന് അവളുടെ ജീവിതത്തിൽ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമല്ലേ? ഇന്നല്ലേ അവളെ പെണ്ണു കാണാൻ വരുന്നത്? എന്നിട്ട് അവൾ എഴുന്നേറ്റില്ലെന്നോ? ഞാൻ കുറേ വിളിച്ചു. വിളിക്കുമ്പോഴൊക്കെ അവൾ കുറച്ച് കഴിയട്ടെ എന്നാ പറയുന്നത്. അവൾ കുറഞ്ഞിട്ട് മതിയാവുന്നില്ല. ഓ, രാത്രി മുഴുവൻ ഫോണും കുത്തിപ്പിടിച്ചോണ്ട് നിൽക്കുന്നത് കൊണ്ടാ രാവിലെ അവൾക്ക് തല പൊന്താത്തത്. ആഹാ, എന്തോന്നാ ഇവിടെ ഒരു ചർച്ച? ഹോ, നീ എഴുന്നേറ്റോ? അതൊന്നുമില്ലടി, ഞങ്ങൾ സോയെ പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു. ഇന്നല്ലേ അവളെ പെണ്ണു കാണാൻ വരുന്നത്. അവൾ ഇതുവരെ എഴുന്നേറ്റില്ല. അല്ല ഊർമിളെ, എന്തേ നിന്റെ മകൾ വർഷയും എഴുന്നേറ്റില്ലേ? അയ്യോ ഇല്ല അമ്മേ, അവൾ നല്ല ഉറക്കത്തിലാ ഉള്ളത്. നിങ്ങളുടെ വളർത്തു ദോഷം അല്ലാണ്ട് എന്ത് പറയാനാ? പെമ്പിള്ളേരായാലേ കുറച്ച് നേരത്തെയൊക്കെ എഴുന്നേൽക്കണം. വേറൊരു വീട്ടിൽ പോകേണ്ടതാണെന്നുള്ള വിചാരം വേണം. അതെങ്ങനെയാ? നിങ്ങളുടെ മക്കളല്ലേ. അയ്യോ അമ്മ, എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ചീത്ത പറയുന്നത്? നിങ്ങൾ 2 പേരുടെ സ്വഭാവമാ നിങ്ങളുടെ മക്കൾക്ക് കിട്ടിയത്. എൻ്റെ 2 ആൺമക്കളുടെ സ്വഭാവം അവർക്ക് കിട്ടിയിട്ടില്ല. ഒരു കണക്കിന് അവരുടെ സ്വഭാവം കിട്ടാത്തതും നന്നായി. അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? എന്തെന്ന് വെച്ചാൽ നിങ്ങൾ 2 പേരും എൻ്റെ മക്കളെ പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ. അതുപോലെ അവരും ആരെങ്കിലും പ്രേമിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യാനാ? എൻ്റെ 2 മക്കൾക്കും ഒരു അബദ്ധം പറ്റി. ഞങ്ങളുടെ സ്റ്റാറ്റസിന് പറ്റി വീട്ടിൽ നിന്നൊന്നുമല്ലല്ലോ നിങ്ങൾ 2 പേരെയും അവർ കല്യാണം കഴിച്ചത്. അതുപോലെ എങ്ങാനും എൻ്റെ കൊച്ചുമക്കളും ചെയ്തിരുന്നെങ്കിലോ? ശശോ, അത് ആലോചിക്കാനേ വയ്യ. വല്ല പൈസക്കാരെ മറ്റുമാണെങ്കിൽ പിന്നെയും കൊള്ളാം. എങ്ങനത്തവന്മാരെ കണ്ടുപിടിക്കുമെന്ന് അറിയില്ലല്ലോ. അയ്യോ അമ്മ, അവരങ്ങനൊന്നും ചെയ്യില്ല. ചെയ്യില്ലെന്നെന്താ ഇത്ര ഉറപ്പ്? നിങ്ങളുടെ അല്ലേ മക്കൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഠിപ്പൊക്കെ നിർത്തിയിട്ട് വേഗം അവരുടെയൊക്കെ കല്യാണം കഴിച്ച് വിടാമെന്ന്. സോനയെ കാണാൻ വരുന്ന ചെക്കൻ അമേരിക്കയിലെ ഏതോ വലിയ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു.